പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യയ്ക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങിയിരിക്കുകയാണ്. സ്വന്തം കൂടപ്പിറപ്പിനെ നമ്മുടെ ജയിലിൽ നിന്നും ഇറക്കാനായിട്ട് സഹായിക്കുകയും കൂട്ടുകാരിയും ഒക്കെ ചേർന്ന് ആരും അറിയാതെ സഹായിക്കുകയും അത് വെളിപ്പെടുത്താതെ നടക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ കനകയും ഗോവിന്ദനെയും ചൊടിപ്പിക്കാനായിട്ട് നിങ്ങൾ മകൾ വന്ന സന്തോഷത്തിലായിരിക്കുമല്ലേ, എന്നാൽ പിന്നെ അതിൻ്റെ കൂടെ ഒരു ദുഃഖകരമായ വാർത്ത കൂടെ നിങ്ങൾ കേട്ടോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അബിക്ക് AN ജ്വല്ലറിയിൽ ജോലി കിട്ടാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഗോവിന്ദൻ ശപിച്ച് സംസാരിക്കുകയും അവൻ്റെ കൂടെ കൂട്ടു നിൽക്കുന്നവരും അവനെ സഹായിക്കുന്നവരും ഒരിക്കലും നന്നാവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയുമാണ്. അങ്ങനെ പിന്നീട് ഈ സംശയങ്ങളും അച്ഛൻ ഇങ്ങനെ ഒരിക്കലും പറയത്തില്ല, അച്ഛൻ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, ഇനി അമ്മ പറയുന്നതിൽ സത്യമുണ്ടെങ്കിൽ അത് തെളിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ ചിന്തിച്ചിട്ട് കൂട്ടുകാരിയെ കാണാനായിട്ട് പോവുകയാണ്. കാരണം നവ്യയ്ക്ക് ആകെ ഒരു ആശ്വാസം കിട്ടുന്നതും എല്ലാം തുറന്നു പറയുന്നതും തൻ്റെ ഉറ്റ സുഹൃത്തിനോടാണ്. അങ്ങനെ നമ്മുടെ നവ്യ ഈ കാര്യത്തെക്കുറിച്ച് മുന്നേ സൂചിപ്പിക്കുകയും ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് പറഞ്ഞു തരികയും വേണം എന്നുള്ളത് തൻ്റെ കൂട്ടുകാരിയെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ നവ്യ പറഞ്ഞതനുസരിച്ച് ആ കൂട്ടുകാരി എല്ലാം അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് നവ്യയുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. അങ്ങനെ നവ്യ അവളെ കണ്ടിട്ട് അവൾ വിളിച്ച സ്ഥലത്തേക്ക് എത്തുമ്പം എന്തായി, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ അന്വേഷിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ ഞാൻ അന്വേഷിച്ചു നവ്യ, നിന്നോടിപ്പോൾ എങ്ങനെയാ പറയുക എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും നീ ഇത്രയും കാലം ആദർശേട്ടനെ കുറ്റം പറഞ്ഞ് നടന്നതും നിൻ്റെ നയന സപ്പോർട്ട് നിൽക്കുകയാണ് എന്ന് പറയുന്നതും ഒക്കെ കള്ളത്തരം ഒക്കെ അത് ശരിയല്ലായിരുന്നു, അത് തെറ്റായിരുന്നു. കാരണം ചന്തുമോളുടെ അച്ഛൻ എന്ന് പറയുന്നത് ആരാന്ന് നിനക്കറിയണോ? നിൻ്റെ ഭർത്താവ് തന്നെയാണ് ചന്തുമോളുടെ അച്ഛൻ. അത് മറച്ചു വെച്ചിട്ടാണ് നിൻ്റെ അനിയത്തി നിൻ്റെ ജീവിതം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. എല്ലാ കുറ്റവും അവർ ഏറ്റെടുത്തത് ഒക്കെ നിനക്ക് വേണ്ടിയിട്ടാണ് നവ്യേ. നിൻ്റെ അഭിയാണ് തെറ്റ് ചെയ്തത്, ചന്തുമോളുടെ അച്ഛൻ അഭിയാണ് എന്നുള്ളത് തൻ്റെ കൂട്ടുകാരിയുടെ നാവിൽ നിന്ന് തന്നെ നവ്യ കേൾക്കുകയാണ്. കേട്ടപ്പോൾ ഇത് വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു. കാരണം ഇത് സത്യമാവരുതേ എന്ന് നവ്യ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ അബിയുടെ സ്വഭാവം ഒരു വെറൈറ്റി സ്വഭാവം ആയതുകൊണ്ട് തന്നെ നവ്യയ്ക്ക് നല്ലൊരു സംശയം അതിലുണ്ടായിരുന്നു. അങ്ങനെ അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നവ്യ സത്യങ്ങൾ അറിഞ്ഞിരിക്കുകയാണ്. താൻ ഇത്രയും കാലം തന്നെ സഹായിച്ച, തൻ്റെ ജീവിതം സംരക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച തൻ്റെ അനിയത്തിയെയാണല്ലോ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ആദർശേട്ടനെയും എല്ലാം പറയാൻ പറ്റാത്തത് എന്തൊക്കെയും ഞാൻ അവിടെ പറഞ്ഞു. മുത്തശ്ശനെയും ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, മുത്തശ്ശനോട് കായർത്ത് സംസാരിച്ചു. എന്നിട്ട് പോലും അവരെന്നോട് ഇക്കാര്യത്തെക്കുറിച്ച് എൻ്റെ മുഖത്ത് നോക്കി പറയുകയോ എന്നോട് ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. പറയാതെ ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇത്രയും കാലം ഞാൻ അവരെ വല്ലാണ്ട് ഉപദ്രവിക്കുകയായിരുന്നല്ലോ. ഇതിനൊക്കെ എനിക്ക് പ്രായശ്ചിത്തം ചെയ്തേ പറ്റുകയുള്ളൂ. അബിക്കും അമ്മയ്ക്കും തിരിച്ച് മറുപടി കൊടുത്തിരിക്കണം. അതേ നാണയത്തിൽ തന്നെ വഞ്ചിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇതിനുള്ള പകരം വീട്ടിയിരിക്കും. ഇനി എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും എന്നൊക്കെ കൂട്ടുകാരിയോടും തുറന്നു പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് കൂട്ടുകാരിയും പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെയുള്ളൊരു ഫാമിലിയിലേക്ക് കയറി പറ്റാൻ സാധിച്ചത് വലിയൊരു കാര്യം തന്നെ. പക്ഷേ നിനക്ക് നിൻ്റെ ഭർത്താവിനെ കണ്ടെത്തിയതിൽ ഒരു തെറ്റ് പറ്റി നവ്യ. എന്തായാലും ഇനി അത് നോക്കിയിട്ട് കാര്യമില്ല. ഇനി നീ നിൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നോക്കി അവിടെ ജീവിക്കാൻ നോക്കുക. അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കുകയൊന്നും വേണ്ട. കാരണം നിന്നെ പൊന്നുപോലെ നോക്കാനും സംരക്ഷിക്കാനും നിൻ്റെ അനിയത്തിയും മുത്തശ്ശനും ഒക്കെ ഉള്ളിടത്തോളം കാലം നീ അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരു ടെൻഷനും ആവേണ്ട കാര്യമില്ല. എല്ലാ കാലവും അവർ നിന്നെ നോക്കും. നീ എന്തായാലും ഇനി ഈ ഒരു സങ്കടം വെച്ചിട്ട് വേറെ അബദ്ധമൊന്നും കാണിക്കരുത്. ശത്രുക്കളെ നമ്മൾ നേരിടുകയാണ് വേണ്ടത് എന്നൊക്കെ കൂട്ടുകാരി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, അബദ്ധമൊന്നും ഞാൻ കാണിക്കത്തില്ല. എനിക്ക് അവനെ തിരിച്ചടി കൊടുത്തിട്ട് അവൻ കരയുന്നത്, എൻ്റെ കാൽ വീണ് മാപ്പ് ചോദിക്കുന്നത് എനിക്ക് കാണണമെന്ന് നവ്യ കൂട്ടുകാരിയോട് പറയുകയാണ്. അങ്ങനെ നമ്മുടെ നവ്യ അവയുടെ കൂടെ നിന്ന് ചെവി കടിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.